മൺസൂൺ ടൈമിലാണ് ഞങ്ങൾ ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഫുൾ ദിവസം മഴയാണ്. അപ്പോൾ ഈ മഴ കാരണം ക്ലൈമാക്സ് മാറ്റി മാറ്റി ചാട്ട് മാറ്റി മാറ്റി പോകുമായിരുന്നു. അതിന് ഒരു ദിവസം എന്തോ ഞങ്ങൾക്ക് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഫുൾ ഡേ മഴ മാറി എന്ന പോലത്തെ ഒരു ദിവസമായിരുന്നു. പക്ഷേ ആ സ്ഥലം എന്ന് പറയുന്നത് ആ സിനിമ കാണുമ്പോൾ അറിയാം, ഒരു തടി കഷ്ണം ഇട്ടിട്ട് റയാൻ കുറേ സമയത്ത് തനിച്ചിരിക്കുന്നുണ്ട്, അപ്പനുമായിട്ട് വന്നിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് വേവ്സ് വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഏരിയയാണ്. അപ്പം ഞങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ റിസ്ക് അതിനു മുമ്പ് അത്ര അറിയില്ലായിരുന്നു എന്നുള്ളതൊരു വാസ്തവം. ആ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് കോസ്റ്റ് ഗാർഡ്സ് വന്ന് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ സില്ലിയായിട്ട് കാണരുത്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ എന്തോ ഒരു പ്രശ്നവും പറ്റാണ്ട് അത് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റി. പിന്നെ അതിന്റെ വേറെ മിറാക്കിൾ എന്ന് പറയുമ്പോൾ ആ തടി നമ്മൾ അവിടെ വച്ചതൊന്നുമല്ല, ആ കറക്റ്റ് ടൈമിന് ക്ലൈമാക്സിന്റെ കറക്റ്റ് ഡേക്ക് 2 ദിവസം മുമ്പ് അല്ലേ ആ തടി കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. മിക്കവാറും അങ്ങനെയല്ല, ആ തടിയുടെ അതിന് വേറൊരു കാര്യമുണ്ട്. കാര്യം ഞങ്ങൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ ഇരുന്ന ഒരു ഏരിയ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന ദിവസം മണ്ണ് കയറി മൂടിപ്പോയി, അടിയിലായി പോയി. അപ്പൊ ഇനിയിപ്പോ ക്ലൈമാക്സ് കാര്യം നല്ലൊരു പോർഷൻ ആയിരുന്നു, അത് പിന്നെ മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല. അപ്പം ആ ഡയറക്ടർ ബംഗ്ലാവ് പോയിട്ട് കുറെ അത് മാന്തി പുറത്തെടുക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ആ തടി ശരിക്കും ഒരു 6-7 പേര് പൊക്കിക്കൊണ്ടിട്ട ഒരു സാധനമായിരുന്നു. ഞങ്ങൾ റയാനെ ഇരുത്തിയിട്ട് ഷോട്ട് വെച്ചിട്ട് ഇവിടെ ആക്ഷൻ പറയുമ്പോഴത്തേനും ഒരു തരം വന്നിട്ട് ഇവന് ഉരുണ്ടുപോവും തടി ഉരുണ്ടുപോവും. എന്നിട്ട് വീണ്ടും പിന്നെ അത്ര ഞങ്ങൾക്കൊരു ഷൂട്ടിംഗ് ടൈമിലെ റിസ്ക് പിടിച്ചൊരു ടൈം എന്ന് പറഞ്ഞാൽ അത് ക്ലൈമാക്സ് ആയിരുന്നു. ക്യാമറയിൽ വെള്ളം ആവും, അപ്പം അതിന്റെ പ്രശ്നങ്ങൾ ഒരു ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ തന്നെ ഒരു ഭാഗ്യം എന്ന് പറയുന്നതാണ് മുകേഷ് ചേട്ടനെ കൊണ്ടും ഇന്നസെന്റ് അങ്ങളെ കൊണ്ടും ജോയ് സാറിനെ കൊണ്ടും ഒക്കെ അഭിനയിപ്പിക്കാൻ പറ്റിയത്. കാര്യം ഞങ്ങൾ അവരുടെ സിനിമകൾ കണ്ട് ആരാധനയോടെ നിന്നിട്ടുള്ളതാണ്. അപ്പം മീൻസ് മുകേഷ് ചേട്ടൻ്റെ ഇന്നസെന്റ് അങ്ങളൊക്കെ ഷോട്ട് എടുത്തിട്ട് ഞങ്ങൾ വൈകിട്ട് റൂമിൽ വരുമ്പോൾ TV-യിൽ ഇന്റീരിയർ നഗറൊക്കെ കണ്ടോണ്ടിരിക്കുകയും TV-യിൽ വരുന്നുണ്ടാവും. ഞങ്ങൾ തന്നെടാ നമ്മുടെ സിനിമയിൽ ഇവരെയൊക്കെ വെച്ചിട്ടാണോ നമ്മൾ അഭിനയിപ്പിച്ച്. അത് ആക്ടേഴ്സിൻ്റെ കൂടെ കുട്ടികളാണെങ്കിലും സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സുമായിട്ടുള്ളത് ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി കിടന്നു കഴിഞ്ഞാൽ പേടിയാണ്, രാവിലെ എണീക്കും ഇതെല്ലാം സ്വപ്നമായി പോകുന്നുള്ള ടെൻഷനായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാല് ആക്ടേഴ്സ് എന്നുള്ള ചേച്ചിയപ്പോൾ അവസാനം ഒരു ഇൻഫ്ലുവൻസിങ് ഘടകമായിട്ട് നമ്മൾ ഈ സിനിമയിൽ ഒരിക്കലും കാണിച്ചിട്ടില്ല, അല്ല ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചേച്ചിയുടെ ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ക്യാരക്ടർ ശരിക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം പറഞ്ഞത് ചേച്ചിയെടുത്താണ്, രമ്യ ചേച്ചിയോടാണ്. പക്ഷെ ഒരിക്കലും അതിൽ സമീറ എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ പറഞ്ഞത്. പിന്നീട് സ്ക്രിപ്റ്റ് ഡെവലപ്പായി വന്നതിന് ശേഷം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഇവനാണെങ്കിൽ വേറെ ആക്ട്രസിന്റെ ഒരു പേരെങ്കിലും ഞാൻ പറയും, നമുക്ക് ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കാം. ഞങ്ങൾ അതൊന്നും വേണ്ടടാ, നമുക്ക് ചേച്ചിയെ കൊണ്ട് അഭിനയിപ്പിക്കാം. നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഒരു കുറച്ച് സീൻസേ ഉള്ളൂ, മാത്രമല്ല ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കേണ്ടത്. കാര്യം മലയാളത്തിലെ എത്ര ലീഡിങ് ആക്ട്രസ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളത് പറഞ്ഞു. ക്യാരക്ടർ മീൻസ് എന്തുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ അനിയന്മാരെന്നുള്ളൊരു ഇതുണ്ടാവാം, അല്ലെങ്കിൽ അനിയന്മാരും ചേട്ടനും. രാഹുല് ഇപ്പം ചേച്ചിയെ പറ്റി പറയുന്നു, ഈ സിനിമേന്ന് ചേച്ചി ഏറ്റവും കൂടുതൽ ഔട്ടാക്കാൻ ശ്രമിച്ചത് രാഹുലാണ്. കാരണം അവന്റെ വികൃതികൾ അവിടെ നടക്കില്ല. ഇത് രമ്യ ഇത് കാണുകയാണെങ്കിൽ അതൊരു സത്യമാണ്, ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്ത രാഹുലാണ്. പിന്നെ ഈ സിനിമ ഈ സിനിമയിലെ ഇപ്പൊ രമ്യ ചേച്ചിയെ കുറിച്ച് പറയുന്ന പോലെ ഒരു ആക്ട്രസ് ആയിട്ടല്ലായിരുന്നു ഞങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇന്നും അങ്ങനെയല്ല. അതുപോലുള്ള ഒരുപാട് പേരുണ്ട്, ഇപ്പൊ പ്രജീഷ്, റഹ്മാൻ. ഇനി ഞങ്ങളുടെ അടുത്ത സിനിമ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുകയും ഞങ്ങളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത സിനിമ മീൻസ് പേരും കാസ്റ്റിംഗും ഒന്നും അനൗൺസ് ചെയ്യുന്നില്ല, മീൻസ് അതിന്റെ ഡിസ്കഷൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ ഫൈനൽ സ്ക്രിപ്റ്റിങ്ങിലാണ്. ഞങ്ങളുടെ മങ്കിപ്പൻ്റെ അസോസിയേറ്റ് ആയിരുന്ന മനോജ് ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സെയിം മങ്കിപ്പൻ ടീം തന്നെ ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആണ്. ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ മനോജ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ മനോജ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. അതിൻ്റെ ഡയറക്ഷൻ ഞങ്ങളല്ല ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങൾ രണ്ടാമത് ചെയ്യാൻ വേണ്ടിയിരുന്ന പടമാണ്,
പക്ഷെ ഒരു ഘട്ടത്തിൽ അതിന്റെ കഥ മനോജനോട് പറയും എനിക്ക് വേണമെന്ന്. ഇതിന്റെ ലൊക്കേഷനിൽ മൊത്തം ഞങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്ത് കൊടുക്കും. ഞങ്ങൾ തീരുമാനിച്ചു ശരി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓൺ പ്രോജക്റ്റും എന്തായാലും ഉണ്ട്. ഒരു ഏപ്രിലോട് കൂടി അതിന്റെ ഒരു അനൗൺസ്മെന്റ് ചെയ്യാൻ കഴിയും. 2 പ്രോജക്റ്റ് ഓൺ വർക്കിങ്ങിലാണ് ഞങ്ങൾ. നല്ല നല്ല ഫ്രണ്ട്സ്. ഇപ്പം മങ്കി പെണ്ണായിട്ട് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങാത്ത എഡിറ്റേഴ്സ് ഉണ്ട്, ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഞങ്ങളെ റൂമിൽ വന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പായി മാറി. പണ്ട് ഞങ്ങൾ 3 പേര് ഇരുന്നിടത്ത് ഇപ്പം സ്ഥലമില്ല ഞങ്ങൾക്ക് ഇരിക്കാൻ. സംഭവം അവരുടെ ചെലവ് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു വലിയൊരു ടീം മങ്കിപ്പം വഴി കിട്ടിയിട്ടുണ്ട്. അത് എന്താ പറയാ, അതാണ് മങ്കി പെൻ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ആക്ച്വലി ആ ടീം എന്നും നിലനിർത്തണേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ ഞങ്ങൾക്ക്. ആ ടീമിന്റെ സിനിമകൾ വരുമ്പോൾ ഇനിയും ഞങ്ങൾ സിനിമകൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലൊരു വലിയൊരു വേദിയിലോട്ട് ഞങ്ങളെ കൈപിടിച്ച് ആദ്യം കൊണ്ടുവന്നത് മനോരമ ഓൺലൈനാണ്, യുവ ക്യാമ്പസ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ കൂടി. ഇതുപോലെ ഒരുപാട് ഞങ്ങളുടെ പൊന്നിലൂടെ ഇനിയും ഒരുപാട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിലൂടെ ഒരുപാട് പേര് വരട്ടെ. അവർക്കൊരു ഇൻസ്പിറേഷൻ ആവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞങ്ങൾ അതിനോടുകൂടിയുള്ള താങ്ക്സ് കൂടി മനോരമയോട് പറഞ്ഞുകൊള്ളുന്നു.